എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകളുടെ വാല്യുവേഷൻ ആരംഭിച്ചു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികളുടെ +2 റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾക്കുള്ള +2 സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ചിലവാകുക, അതായത് ഒരു സബ്ജക്റ്റ് തോൽക്കുകയാണെങ്കിൽ എത്ര പൈസ വേണം വിദ്യാർത്ഥികൾക്ക് ഒരു സബ്ജക്റ്റ്, ആ ഒരു തോറ്റ സബ്ജക്റ്റ് ജയിക്കാനായിട്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷയം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഒരു വിഷയം നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് പരീക്ഷാ ഫീസ് ഇനത്തിൽ വരിക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കാര്യങ്ങൾ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സിമ്പിളായിട്ട് തന്നെ +2 സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു +2 സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആർക്കൊക്കെ എഴുതാൻ പറ്റും എന്നുള്ളതും, അതുപോലെ തന്നെ എക്സാം എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, അതുപോലെ ഫീസ് എത്രയാണ് നിങ്ങൾക്ക് ചിലവാവുക എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി ആദ്യം തന്നെ അറിയാം. അതിനുശേഷം ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി തന്നെ സിമ്പിളായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് 2025 വർഷത്തെ +1ൻ്റെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗം, അതായത് +1ൻ്റെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള സബ്ജക്റ്റുകൾ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ +2ൻ്റെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗം രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത ഏതൊരു വിദ്യാർത്ഥിക്കും, അതായത് +2ൻ്റെ പബ്ലിക് എക്സാമിനേഷന് വിവിധ വിഭാഗങ്ങളിലായിട്ട് ഏത് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ ആയിരുന്നാലും അവർക്കും ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിലവിൽ ഇപ്പോൾ +2 ആദ്യമായിട്ട് പരീക്ഷ എഴുതിയിരുന്ന വിദ്യാർത്ഥികളായിരുന്നാലും, അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗങ്ങളിലായിട്ട് +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളായിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ +1 കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ +1 മാത്രമേ എഴുതിയിട്ടുള്ളൂ എങ്കിൽ കൂടി നിങ്ങൾക്ക് +2ൻ്റെ റിസൾട്ട് വന്ന ശേഷം, അതായത് +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ വാല്യുവേഷനാണ് ഇപ്പോൾ സേവ് ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ പരീക്ഷയുടെ വാല്യുവേഷനാണ് ഫസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഫസ്റ്റ് തന്നെ വരും. അതിനുശേഷമാണ് സെക്കൻഡ് ഇയറിൻ്റെ ആ ഒരു വാല്യുവേഷൻ നടക്കുകയും അതിൻ്റെ റിസൾട്ടും വരിക. അതിനുശേഷം മാത്രമാണ് +1ൻ്റെ റെഗുലർ വിഭാഗത്തിൻ്റെ റിസൾട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ +1 കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളുടെ ഓൾറെഡി +2ന് കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും എക്സാമിന്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു +2ൻ്റെ സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നത്. കാരണം പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും, +1ൻ്റെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ മാത്രം രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് +2ൻ്റെ ഈ ഒരു സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുക അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത്. അതായത് +1ൻ്റെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയുടെ +2ൻ്റെ ആ ഒരു +1ൽ രജിസ്ട്രേഷൻ ചെയ്ത ആ ഒരു സബ്ജക്റ്റുകൾ +2 പരീക്ഷ കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു +2 രജിസ്ട്രേഷൻ വരുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു +2 സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ +2ൽ വിവിധ വിഭാഗങ്ങളായിട്ട്, അതായത് +2 മാത്രമായിട്ട് +2ൻ്റെ ആദ്യമായിട്ട് പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ +2 കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാം. +2ൻ്റെ നിങ്ങൾ ഈ ഒരു സേ പരീക്ഷയാണ് എഴുതുന്നത്, അതായത് പ്രാക്ടിക്കൽ ഇല്ലാതെയാണ് സേ പരീക്ഷ എഴുതുന്നത്. അതായത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എഴുതാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കലിൻ്റെ സേ പരീക്ഷ എഴുതാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാക്ടിക്കൽ എഴുതാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ അവർക്ക് അതായത് പ്രാക്ടിക്കൽ എഴുതാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ കൂടെ ഫീസ് വരുന്നത് 175 രൂപയാണ് വരിക. അതേസമയം പ്രാക്ടിക്കൽ നിങ്ങൾ എഴുതുന്നില്ല, തിയറി പേപ്പർ മാത്രമേ എഴുതുന്നുള്ളൂ, അതായത് ഒരു തവണ നിങ്ങൾ പ്രാക്ടിക്കൽ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 150 രൂപയാണ്. അത് പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ 150 രൂപയാണ് ഫീസ് ഒരു സബ്ജക്റ്റിന് വരുന്നത്. അതുപോലെ 175 രൂപയാണ് ഈ ഒരു സബ്ജക്റ്റിന് പ്രാക്ടിക്കൽ ഉൾപ്പെടെ ഫീസ് വരുന്നത്. അത് പ്രാക്ടിക്കലിന് 25 രൂപയും തിയറിക്ക് 150 രൂപയും, അങ്ങനെ ടോട്ടലാണ് 175 രൂപ പെർ സബ്ജക്റ്റ് പ്രാക്ടിക്കലിന് വരുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് +2ൻ്റെ ഇംപ്രൂവ്മെൻ്റ് ആണ്. +2ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾ പ്രാക്ടിക്കൽ ഉൾപ്പെടെയാണെങ്കിലും 500 രൂപയാണ് +2ൻ്റെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ പരീക്ഷയ്ക്ക് ഫീസ് വരുന്നത്. അതായത് ഫീ ഫോർ സെക്കൻഡ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഇൻക്ലൂഡിംഗ് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്. അത് 1 ഇയർ സബ്ജക്റ്റ് ഓൺലി എന്ന്, അത് 1 സബ്ജക്റ്റ് ഓൺലി എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതായത് ഒരു സബ്ജക്റ്റാണ് എഴുതാൻ പറ്റുക, സ്പെഷ്യൽ കേസിൽ മാത്രമേ കൂടുതൽ സബ്ജക്റ്റ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 500 രൂപയാണ് പ്രാക്ടിക്കൽ ഉൾപ്പെടെ ഇംപ്രൂവ്മെൻ്റ് ആണെങ്കിൽ ഫീസ് വേണ്ടത്. അതുപോലെ തന്നെ ഫീ ഫോർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇത് നിങ്ങൾ ഈ ഒരു സേ ആണെങ്കിലും അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് ആയിരുന്നാലും നിങ്ങൾ ഈ ഒരു 40 രൂപ അഡീഷണൽ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലായാലും അല്ലെങ്കിൽ റെഗുലർ വിഭാഗത്തിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിലായിരുന്നാലും +2ൻ്റെ രജിസ്ട്രേഷനിൽ നിങ്ങൾ ഉണ്ട് എങ്കിൽ ആ ഒരു സബ്ജക്റ്റ്, ഏതൊക്കെ സബ്ജക്റ്റുകളുടെ രജിസ്ട്രേഷനാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു സബ്ജക്റ്റുകൾക്കൊക്കെ തോൽക്കുന്ന എല്ലാ സബ്ജക്റ്റുകൾക്കും +2 സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഇനി വിദ്യാർത്ഥികളുടെ സംശയമായിരിക്കും +2 സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഏത് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത്, +1ലെയാണോ +2ലെയാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പരീക്ഷയുടെ പേര് തന്നെ അറിയാം, +2 എന്നാണ് പറയുന്നത്. അപ്പോൾ +2ൻ്റെ സബ്ജക്റ്റിൻ്റേതാണ് പരീക്ഷ, അല്ലാതെ +1ൻ്റെ സബ്ജക്റ്റിൻ്റേതല്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരു രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥി പ്രാക്ടിക്കൽ പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി കെമിസ്ട്രിയിൽ അതിൻ്റെ തിയറി പേപ്പറിൽ തോറ്റു, അതായത് 18 മാർക്ക് കിട്ടിയിട്ടില്ല.
2 വർഷത്തെ നോക്കുന്ന സമയത്ത് ആദ്യ വർഷം 18 ഉണ്ട്, എന്നാൽ സെക്കൻഡ് ഇയറിൽ ഈ ഒരു 18 കിട്ടിയില്ല, ഒരു 10 മാർക്കേ കിട്ടിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി പ്രാക്ടിക്കൽ ഇല്ലാതെ തിയറി മാത്രമാണ് എഴുതുന്നതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു സബ്ജക്റ്റിന് വരുന്ന ഫീസ് 150 രൂപയാണ് വരിക. ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു വിദ്യാർത്ഥിയുടെ കാര്യം നോക്കാം. കെമിസ്ട്രിയിൽ ആ ഒരു വിദ്യാർത്ഥി പ്രാക്ടിക്കലിന് ആബ്സെൻ്റ് ആയിരുന്നു, അതുപോലെ തന്നെ തിയറി പരീക്ഷയ്ക്ക് ആ ഒരു വിദ്യാർത്ഥി ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥി ഉറപ്പായിട്ടും ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥിക്ക് വരുന്ന ഫീസ് 175 രൂപയാണ്, കാരണം പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് വരിക 175 രൂപ പ്ലസ് ഈ ഒരു 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസും ആണ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര സബ്ജക്റ്റുകളാണോ ഈ ഒരു പ്രാക്ടിക്കൽ ഉള്ളതും പ്രാക്ടിക്കൽ ഇല്ലാത്തതുമായിട്ട് എഴുതുന്നത് അതിനനുസരിച്ച് വേണം ഫീസ് അടക്കാനായിട്ട്. നിങ്ങൾ ഒരു എത്ര സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടോ അത്രയും സബ്ജക്റ്റ് പ്ലസ് ടുവിൻ്റെ പരീക്ഷ എഴുതാൻ പറ്റും. അതായത് പ്ലസ് ടുവിൻ്റെ 6 സബ്ജക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീസിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ 150 രൂപയാണ് പെർ സബ്ജക്റ്റ് ഫീസ് വരിക. പ്രാക്ടിക്കൽ ഉണ്ട് എങ്കിൽ 175 രൂപ പെർ സബ്ജക്റ്റ് ആണ് വരിക. അതുപോലെ പ്ലസ് ടുവിൻ്റെ ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള, അതായത് ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഉൾപ്പെടെ 500 രൂപയാണ് വരിക. ഇതുകൂടാതെ നിങ്ങൾ സേ ആയാലും ഇമ്പ്രൂവ്മെൻ്റ് ആയാലും 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് അഡീഷണൽ ആയിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയമായിരിക്കും, പ്ലസ് ടു തോറ്റവർ ഏത് പരീക്ഷയാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ പ്ലസ് ടു ഫെയിൽഡ് ആണ്, പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റ് ഫെയിൽഡ് ആണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പരീക്ഷ, അതായത് ഫെയിൽഡ് ആണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പരീക്ഷ എന്ന് പറയുന്നത് പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയ്ക്കാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. കാരണം സേ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 6 സബ്ജക്റ്റും രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് തോറ്റ 6 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 6 സബ്ജക്റ്റ്, ഈ ഒരു പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ പ്രാക്ടിക്കൽ, അതായത് പ്രാക്ടിക്കൽ എഴുതാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ കൂടി രജിസ്ട്രേഷൻ ചെയ്യാം. പ്രാക്ടിക്കൽ ഓൾറെഡി അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ പ്രാക്ടിക്കൽ ഇല്ലാതെ തിയറി മാത്രം 150 രൂപ ഫീസ് അടച്ച് എഴുതാം. തിയറി കൂടി ഉണ്ടെങ്കിൽ 175 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരിക. അപ്പോൾ ഏത് സബ്ജക്റ്റാണോ പ്രാക്ടിക്കൽ ഉള്ളത് അതിനാണ് 175 രൂപ വരിക. അത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഈ ഒരു പ്രാക്ടിക്കൽ കൂടി ഉണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ടതാണ്. അത് നിങ്ങളുടെ അപേക്ഷയിൽ അത് സൂചിപ്പിക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ എങ്ങനെയാണ് നൽകേണ്ടത് എന്ന് നോക്കാം. നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന ശേഷം, അതായത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം തൊട്ടടുത്ത 2 ദിവസത്തിന് ഉള്ളിൽ തന്നെ ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ 2 ദിവസം റിസൾട്ട് വന്ന ശേഷം, ഒരു 2 ദിവസം കഴിഞ്ഞ ശേഷം നിങ്ങൾ സ്കൂളിൽ പോവുക, അപേക്ഷാ ഫോം വാങ്ങിക്കുക. അപ്പോൾ അപേക്ഷാ ഫോം വാങ്ങി ഫില്ല് ചെയ്യുക, അതിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒട്ടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഫീസ്, അതായത് നിങ്ങൾ തോറ്റ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് 175 രൂപ പെർ സബ്ജക്റ്റാണ് പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ, 175 രൂപ പെർ സബ്ജക്റ്റാണ് പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ 150 രൂപയാണ് പ്രാക്ടിക്കൽ ഇല്ലാതെ തിയറി ആണെങ്കിൽ അതിനായിട്ട് ഒരു 150 രൂപയാണ് പ്രാക്ടിക്കൽ ഇല്ല, നിങ്ങൾ തിയറി പേപ്പർ മാത്രമേ എഴുതുന്നുള്ളൂവെങ്കിൽ ഒരു സബ്ജക്റ്റിന് ഫീസ് വരുന്നത്. അതുപോലെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ആണ്, ജയിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു വിഷയത്തിൻ്റെ മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 500 രൂപ പെർ സബ്ജക്റ്റാണ് പ്രാക്ടിക്കൽ ഉൾപ്പെടെ വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 40 രൂപ അഡീഷണൽ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഫീസും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലസ് ടു പരീക്ഷ തോറ്റതാണെങ്കിൽ ഈ ഒരു സേ പരീക്ഷയാണ് എഴുതേണ്ടത്. പ്ലസ് ടു ജയിച്ചിട്ടുണ്ട്, മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ 500 രൂപയാണ് ഫീസ് വരിക. അതിന് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അത് ഇതിൻ്റെ അപേക്ഷയാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ, ഈ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച ശേഷം നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റുകളാണ് നിങ്ങൾ ഈ ഒരു സേ പരീക്ഷ എഴുതുന്നത്, 6 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 6 സബ്ജക്റ്റും എഴുതാം. ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കൽ എഴുതാൻ വിട്ടുപോയിട്ട് ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൃത്യമായിട്ട് അതിൻ്റെ പ്രാക്ടിക്കൽ കൂടി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു അപേക്ഷയോടൊപ്പം പ്രാക്ടിക്കൽ ഇൻക്ലൂഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി വരും. അപ്പോൾ ഇതും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടിൻ്റെ ഒരു കോപ്പി എന്നിവ സഹിതം നിങ്ങൾ ഏത് സ്കൂളാണോ പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് 1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ പ്ലസ് ടു റിസൾട്ട് വന്ന ഏകദേശം ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കണം. കാരണം പിന്നീട് ഈ ഒരു പേയോട് കൂടി മാത്രമേ 7 ദിവസത്തിന് ശേഷം അപേക്ഷ സ്വീകരിക്കുള്ളൂ. അതും ഏകദേശം കുറച്ച് ദിവസം കൂടി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് ഈ ഒരു 600 രൂപ സൂപ്പർ ഫൈൻ വരും. പിന്നീട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് സ്കൂളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് പോയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ ജയിക്കാൻ എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ നിങ്ങൾ ജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം ആ ഒരു മാർക്കാണ് വാങ്ങിക്കേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് എഴുതുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് കൂടിയ മാർക്ക് ഏതാണ് അതാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. എന്നാൽ വിദ്യാർത്ഥികൾ പ്ലസ് ടു സേ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ പ്ലസ് 1 മാർക്ക് ഉൾപ്പെടെയുള്ള ആ ഒരു മാർക്കാണ് വരിക. അതായത് പ്ലസ് ടുവിൻ്റെ സേയുടെ മാർക്കാണ് സാധാരണ അതിൽ പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതായത് സാധാരണ സേയോ, അതായത് ഇതിൽ മെച്ചപ്പെട്ട മാർക്കാണ് സാധാരണ ഇതിൽ പരിഗണിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിക്കാൻ എത്ര മാർക്ക് വേണം എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് ആ ഒരു സബ്ജക്റ്റ് 60 അല്ലെങ്കിൽ 80 സബ്ജക്റ്റ് ആണോ നോക്കുക. 60 സബ്ജക്റ്റ് ആണെങ്കിൽ, അതായത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു 36 മാർക്കിൽ നിന്നും നിങ്ങൾക്ക് പ്ലസ് 1-ന് ഈ ഒരു TE മാർക്ക്, പരീക്ഷയിൽ കിട്ടിയ മാർക്ക് എത്രയാണോ അതിനെ കുറക്കുക. അപ്പോൾ പ്ലസ് 1-ന് കിട്ടിയ മാർക്ക് എത്രയാണോ അതിനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയ്ക്ക് വാങ്ങിക്കേണ്ട മാർക്ക്. ഇനി 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 48 മാർക്കിൽ നിന്നും പ്ലസ് 1-ന് കിട്ടിയ മാർക്ക്, അതായത് കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് എത്രയാണോ അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു മാർക്കാണ് വിദ്യാർത്ഥികൾ ഈ ഒരു പ്ലസ് ടുവിൻ്റെ
സേ പരീക്ഷയ്ക്ക് വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ പാസ് ആയിട്ടുള്ള ഒരു 36-48 വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാം. കാരണം നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് പെർസെൻറ്റേജ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത്. ഇനി വിദ്യാർത്ഥികളെ പ്ലസ് ടുവിൻ്റെ ഈ ഒരു പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സേ പരീക്ഷ എന്നാലും ഇംപ്രൂവ്മെൻറ്റ് ആയിരുന്നാലും സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുപോലെ തന്നെ സെയിം ടൈം ടേബിളിലാണ് പരീക്ഷ ഉണ്ടാവുക. അതുപോലെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന വിദ്യാർത്ഥികളും അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒരേ സമയത്ത് തന്നെയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളായിരിക്കും, നിങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്റർ ഉണ്ടാവുക. അതുപോലെ പ്ലസ് ടുവിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ ഏകദേശം മെയ് 25-30 ആ ഒരു ഡേറ്റിനുള്ളിലൊക്കെയാണ് മുൻ വർഷങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു എക്സാം സെൻറ്റർ ഉണ്ടാകും, ആ ഒരു സെൻറ്ററിൽ പോയിട്ട് ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റ് ഫെയിൽഡ് ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പരീക്ഷയൊക്കെ എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ